യെസ്, കൊല്ലത്ത് വീണ്ടും സ്കൂളിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. നടപടി ഇതുവരെ എടുക്കാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രതിഷേധത്തിലേക്ക് വീണ്ടും യുവജന സംഘടനകൾ എത്തിയിരിക്കുന്നത്. KSU ആണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് മന്ത്രി വിശദീകരിച്ചിരുന്നു. പ്രിൻസിപ്പലിനെ ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ മാനേജ്മെന്റ് നടപടിയിലേക്ക് കടന്നോ എന്നറിയില്ല. മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ സർക്കാർ നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, മാനേജ്മെന്റിനെതിരെ എന്ത് നടപടി എന്നൊരു ചോദ്യം കൂടിയുണ്ട്. യാതൊരു തരത്തിലും, അതായത് നടപടി എടുക്കാനുള്ള സാഹചര്യമുണ്ട്, ഇല്ലെങ്കിൽ സർക്കാരിന് അതിന് സാധിക്കും എന്ന് മാത്രമായിരുന്നു മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ നടപടിയിലേക്കൊന്നും മാനേജ്മെന്റിനെതിരെ സർക്കാർ കടന്നില്ല എന്നുള്ളതും പ്രതിഷേധത്തിന് കാരണമാകാനിടയുണ്ട്. ഒപ്പം തന്നെ KCB-യുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും പരാതികളും ഒക്കെ അതുപോലെ തന്നെ കിടക്കുന്നു. KCB-യിൽ ഒരു നടപടിയിലേക്കും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ മുതൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നത്. റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കും എന്നായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. നടപടി സംബന്ധിച്ചുള്ള വിവരങ്ങളും മന്ത്രി ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ രണ്ട് വകുപ്പിനെതിരെയുമുള്ള പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ KSU സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. അതായത് സ്കൂളിന് മുന്നിലേക്ക്, തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് മുന്നിലേക്ക് വന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് KSU-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 200-ലധികം വരുന്ന പ്രവർത്തകരാണ് ഇവിടേക്ക് ുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ ഇപ്പോൾ, അതായത് വാക്കേറ്റം ഉണ്ടാവുകയാണ്. ഈ പോലീസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു സമരവുമായി കടന്നു വന്നുള്ളൂ. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KSU വഴിയിൽ തടയുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കും. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം. അതായത് ഇനിയും ഇങ്ങോട്ട് കടന്നു വരാനായി 100-ലധികം പ്രവർത്തകർ മറുവശത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് കുറെ പ്രവർത്തകർ ഈ ഗേറ്റ് ചാടിക്കടന്ന് ഇവിടേക്ക് വരികയും സ്കൂളിന്റെ ഗേറ്റിൽ അടിക്കുകയൊക്കെ ചെയ്യുകയും ബാരിക്കേഡ് വെച്ച് നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അതെല്ലാം അമ്പാടെ പരാജയപ്പെട്ടു പോയി. അതായത് പോലീസ് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ KSU-ന്റെ പ്രതിഷേധം ഇത്രത്തോളം ശക്തമാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് വീഴ്ചയും. ഇപ്പോൾ ഈ ബാരിക്കേഡ് ആകെ തള്ളി തകർക്കുകയാണ്. നമുക്ക് കാണാം, പോലീസ് കെട്ടിയിരുന്ന കയറുകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ കിട്ടുന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അത് കയ്യേറ്റ, അതായത് പോലീസ് പ്രവർത്തകരെ അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രതിഷേധം ഉണ്ടാവുകയാണ്. കിട്ടുന്ന പ്രവർത്തകരെ അടിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ പ്രവർത്തകരും അവിടെ എത്തുന്നു. പോലീസിന്റെയാണ്, അതായത് ഇത്തരത്തിലൊരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പോലീസ് പരാജയപ്പെട്ടത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇപ്പോൾ ജീപ്പിലേക്ക് കയറ്റിയ വനിതാ പ്രവർത്തകരെ ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. അവിടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസിന് ഇവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വണ്ടി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു പ്രതിഷേധത്തെ എങ്ങനെ മോശമായി നേരിടാമെന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഒരു വണ്ടി പോലും, അതായത് പോലീസിന് പ്രവർത്തകരെ അതായത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു കാര്യം. അതായത് ഇപ്പോൾ ബാരിക്കേഡാകെ മാറ്റിയിരിക്കുകയാണ്. പ്രവർത്തകർ അമ്പാടെ ഇരച്ചു കയറുകയാണ്. പ്രവർത്തകർ അത് ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് 200-ലധികം വരുന്ന പ്രവർത്തകർ ഇവിടേക്ക് ഇരച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പോലീസിന് ഇത് എങ്ങനെ നിയന്ത്രിക്കണം? അതായത് DYSP-മാർ സ്ഥലത്തുണ്ടെങ്കിൽ പോലും ഈ പ്രതിഷേധത്തെ എത്തരത്തിൽ നിയന്ത്രിക്കുമെന്ന് അവർക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എല്ലാ പ്രവർത്തകരും ഇപ്പോൾ സ്കൂളിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. KSU പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ സ്കൂളിന് മുന്നിൽ കുത്തിയിരുന്ന് വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച്, അതായത് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ മന്ത്രി ചിഞ്ചുറാണിക്കെതിരെയുമാണ് പ്രധാനമായും മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇപ്പോൾ നമുക്ക് ആ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ആ പ്രതിഷേധത്തിന്റെ
ആ ഒരു അവരുടെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ് ഇത് വളരെയേറെ നെറികെട്ട ഗതികെട്ടൊരവസ്ഥയിലാണ് KSU ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 സംഭവിച്ചതാണ്. ഈ സമയത്തോട് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കുന്നില്ല. ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ ഒരു വണ്ടി പോലും അവരെ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നു. ഇവിടുത്തെ പോലീസ് കണ്ടിട്ടുള്ളൂ. ശക്തമായ സമരപരിപാടി ാണ് നിങ്ങളുടെ പ്രതിഷേധം. ഇവിടുത്തെ സ്കൂളിന്റെ മാനേജർ എന്ന് പറയുന്നത് ഇവിടുത്തെ LC സെക്രട്ടറി എന്ന് പറയുന്നത് തുളസീധരൻ പിള്ളയാണ്. അയാൾക്കെതിരെയാണ് ഈ സമരം. അതിനോടൊപ്പം തന്നെ KSU മിഥുന്റെ സ്കൂളിലേക്ക് ഇപ്പോഴും KSU പ്രതിഷേധിക്കുകയാണ്. അവസാനം കേട്ടതുപോലെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ആ സമരം എന്നാണ് മനസ്സിലാക്കുന്നത്.